അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിക്കുന്ന കാലച്ച ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹി തിരുനബിയുടെ ആയിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു തിരുമേനി. അല്പം കാടു നിറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിൻ്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. നബിയെ കണ്ടതോടെ മാനിൻ്റെ കരച്ചിൽ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീര് വാർത്തുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിക്കുള്ളൂ. മക്കൾക്ക് ഭക്ഷണവും തേടി വന്നതാണ്. മക്കൾ എന്നെ കാത്തിരിപ്പുണ്ടാവും. തങ്ങൾ എന്നെ രക്ഷിച്ചാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചു വിടൂ. അത് അതിൻ്റെ മക്കൾ പാലൂട്ടി ഉടനെ തിരിച്ചു വരും. ഇത് കേട്ട മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹ, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്നും കൂടി ആലോചിച്ചതിന് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ അറുത്ത് കളയും. നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ മലമേടൻ ആ മാനിനെ അഴിച്ചു വിട്ടു. മാൻ അതിവേഗത്തിൽ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. പുന്നാര നബിയുടെ കടാരമേത്തിൽ മലമേടൻ്റെ കടാര പുന്നാര നബിയുടെ കഴുത്തിലേക്ക് നീളാൻ തുടങ്ങി. അപ്പോൾ അതാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് അതിവേഗത്തിൽ ആ മാൻ ഓടിയെത്തി. ഇത് കണ്ടു നിന്ന മലമേടൻ അമ്പരന്ന് പോയി. ഇതെന്തൊരു അത്ഭുതോ! എന്നിട്ട് മലമേടൻ നബിയോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അൽ ഖാതിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മലമേടൻ ഇത് കേട്ടോടെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചുവിടുകയും ചെയ്തു. കൂട്ടുകാരെ, എൻ്റെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവരും നിങ്ങളോട് കരുണ കാണിക്കും എന്ന പ്രവാചക പാഠമാണ് ഈ കഥയെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.